എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഈസ്റ്ററൊക്കെ കഴിഞ്ഞു. അപ്പൊ ഇനി പഠിത്തത്തിന്റെ ട്രാക്കിലേക്ക് ഞാൻ പിന്നെ എത്തുവാണ് കേട്ടോ. ഇത് പെസഹ വേഗത്തിന്റെ അന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇത് നമ്മള് പെസഹ അപ്പം ഉണ്ടാക്കാൻ പോവുകയാണ്. ഞാൻ 2-3 റെഫറൻസ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നപ്പോഴത്തേക്ക് ഉഴുന്നൊക്കെ ചേർക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ഇവിടെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉഴുന്ന് ചേർക്കത്തില്ല കേട്ടോ. ഞാൻ അമ്മയുടെ അടുത്ത് അതിന്റെ എക്സ്പ്ലനേഷൻ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞത് യേശുവിന് പണ്ട് കാലത്ത് ഉഴുന്നൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഇങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന്. മധുരം ഒന്നും ഇതിൽ ചേർക്കത്തില്ല, പലരും മധുരമൊക്കെ ചേർക്കുന്നുണ്ട്. ഇത് പുളിപ്പില്ലാത്ത അപ്പമാണ്, പ്രത്യേകിച്ച് വികാരമൊന്നും ഇതിന് കാണത്തില്ല. അതാണ് ഇതിന്റെ ഒരു ഐതിഹ്യം എന്ന് തോന്നുന്നു. അങ്ങനെയാണ് കേട്ടോ. ഇത് നമ്മൾ 3-ാമത്തെ പ്രാവശ്യം തോന്നുന്നു വീട്ടിലുണ്ടാക്കാം. നമ്മൾ എപ്പോഴും അങ്ങനെ ഉണ്ടാക്കാറില്ല. ഇനി ഇന്നൊന്ന് ഉണ്ടാക്കി നോക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. ഇത് നമ്മൾ പള്ളിയിൽ നിന്ന് ഓശാനയ്ക്ക് കിട്ടുന്ന കുരുത്തോലയാണ് കേട്ടോ ഇതിൽ കൂടെ വെച്ചിരിക്കുന്നത്. പിന്നെ അന്ന് കുറച്ച് വളരെ റയറായിട്ട് കുറച്ചേ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് മാത്സ് ചെയ്തതിന്റെ കുറച്ച് ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് അധികം ഒന്നും പഠിക്കാൻ ടൈം കിട്ടിയില്ല, കാരണം അത് കഴിഞ്ഞ് പള്ളിയിൽ പോകണം. പള്ളിയിലായിരുന്നു ഫുള്ളായിട്ട് പെസഹ വേഴം ദുഃഖവെള്ളിയല്ല. അപ്പൊ അത് കഴിഞ്ഞ് പഠിത്തത്തിന്റെ ട്രാക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഭിന്നസംഖ്യകളിൽ പെൻഡിങ് ഉണ്ടായിരുന്ന ക്ലാസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കേട്ടോ. അപ്പൊ അതിന്റെ പ്രോബ്ലംസ് ആണ് ഞാൻ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുന്നത്. അതിനിടയിൽ ഡൗട്ട് വരുന്ന കാര്യങ്ങൾ ഞാൻ നോക്കുന്നു കൂടെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോ തന്നെ നമ്മുടെ പെസഹ അപ്പം റെഡിയായി. അപ്പൊ ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. സൂപ്പർ ആയിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമുക്ക് ഇവിടെ ഒരു ടേബിളേ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പൊ ഞാൻ ഡ്രസ്സ് അയൺ ചെയ്യുന്നതും സ്റ്റഡി ടേബിളും ആയിട്ട് ഒന്ന് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് ബുക്കുകളോ ഇവിടെ അധികം ഡെക്കറേഷൻസോ ഒന്നും ചെയ്യാതെ. ഇടയ്ക്കിടയ്ക്ക് എടുത്ത് മാറ്റേണ്ടി വരും, ആവശ്യങ്ങൾ വരുമ്പോഴത്തേക്കും എടുത്ത് മാറ്റേണ്ടി വരും. നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇപ്പൊ ഇവിടെ മാത്രമേ നമുക്ക് ലാപ്പൊക്കെ വെച്ച് ക്ലാസ് ഒക്കെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇന്ന് പള്ളിയിൽ പോവേണ്ട ആവശ്യമുള്ളതുകൊണ്ട് വൈറ്റ് ആണ് നമുക്കൊന്ന് പള്ളിയിൽ ഇടേണ്ടത്. അപ്പൊ ഡ്രസ്സ് അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. അപ്പൊ എല്ലാവരും ഡ്രസ്സ് അയൺ ചെയ്യാൻ വേണ്ടി ഇനിയിപ്പോൾ വരും ഓരോരുത്തരായിട്ട്. അപ്പൊ ഞാനാണ് ഫസ്റ്റ് വന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ ലാപ്പും ബുക്സ് എല്ലാം അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഡ്രസ്സ് അയൺ ചെയ്തിട്ട് നമുക്ക് എത്ര മണിക്കായിരുന്നു കുർബാന? 6:30-ക്കായിരുന്നു കേട്ടോ നമുക്ക് കുർബാനയ്ക്ക് പോകാൻ നേരത്തെ പിന്നെ അറിയാലോ ഒരു ബഹളമാണ്. നേരത്തെ ഇറങ്ങണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അന്നത്തെ ദിവസം അങ്ങനെ അങ്ങ് കഴിഞ്ഞു പോയി കേട്ടോ. ഇതിപ്പോ നിങ്ങൾ കാണുന്ന വീഡിയോ ഞാൻ ഈസ്റ്ററിന്റെ അന്ന് വൈകിട്ട് എടുക്കുന്നതാണ് കേട്ടോ. ഞാൻ അന്ന് രാവിലെ മുതൽ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ എനിക്ക് മൈഗ്രെയിൻ ഉണ്ടായിരുന്നു, എനിക്ക് ഒട്ടും പറ്റിയില്ല. ഞാൻ 2 ക്ലാസ് രാവിലെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് മാത്സിന്റെ തന്നെയാണ്, ആവറേജ്. ഇപ്പൊ അടുത്ത ആവറേജ് ആണ് ഞാൻ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് 2 ക്ലാസ് കണ്ടു. രാവിലെ ഭയങ്കര തലവേദനയായിരുന്നു, ഒട്ടും പറ്റിയില്ല. പിന്നെ മെഡിസിൻ ഒക്കെ എടുത്തു, എന്നിട്ടൊന്ന് ഉച്ചയ്ക്ക് ഉറങ്ങി എണീറ്റിട്ടാണ് വൈകിട്ട് ഞാൻ ഈ ക്ലാസ് കാണാതിരുന്നത് കേട്ടോ. 5 മണിക്കാണ് ക്ലാസ് കാണാതിരുന്നത്, 6 മണി വരെ കണ്ടു. അപ്പോഴത്തേക്ക് ഒരു ക്ലാസ് തീർന്നു. നമുക്കതിന് ഫുള്ള് 8 ക്ലാസ് ഉണ്ട്. അതിൽ 3 ക്ലാസ് ഇന്നത്തെ തന്നെ കണ്ടു. ഒരു ക്ലാസ്സും കൂടെ കാണണമെന്ന് വിചാരിച്ചു. പിന്നീട് ഒരു 8 മണിക്കൊക്കെ ഇരുന്ന് ഒരു ക്ലാസ് കാണാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അത് നടന്നില്ല, തലവേദന കാരണം. മൈഗ്രെയിൻ ഉള്ളവർക്ക് അറിയാലോ, അത് ഒരു ദിവസം വന്ന് പിടിവിട്ട് പോയാൽ പിന്നെ അത് മാറത്തില്ല. അന്ന് ഫുള്ള് പിന്നെ അതായിരിക്കും കേട്ടോ. എനിക്ക് ആവറേജിൽ ഈ 3 ക്ലാസ്സും കുറച്ച് ഈസി ആയിട്ടാണ് ഫീൽ ചെയ്തത്. പക്ഷെ ഇനി അങ്ങോട്ട് പോകുമ്പോൾ അറിയത്തില്ല. സിലബസിലുള്ളതില് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ഭിന്നസംഖ്യകൾ ആവറേജിലും എനിക്ക് ഏറ്റവും ടഫായിട്ട് തോന്നുന്നത് ഭിന്നസംഖ്യകളാണ് കേട്ടോ. ഇത് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലും എനിക്ക് ഏറ്റവും കൂടുതൽ ടഫായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്ന സബ്ജക്ട്സ്. എനിക്ക് ഈ ഫ്രാക്ഷൻസ് വരുമ്പോഴത്തേക്കും മൾട്ടിപ്ലിക്കേഷനും ഡിവൈഡും ഒക്കെ ചെയ്യാൻ ഭയങ്കര പാടാണ് കേട്ടോ. അങ്ങനെ ഒരു പ്രശ്നം എനിക്കുണ്ട്. പിന്നെ ഈസ്റ്റർ ആണല്ലോ, അപ്പോഴത്തേക്കും ചിക്കൻ ആയിരിക്കും ഓഫ് കോഴ്സ്. അങ്ങനെ ചിക്കനും ബീഫൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കലാപരിപാടികൾ, വൈകിട്ടത്തെ ഡിന്നറൊക്കെ ഞാൻ ഓൾമോസ്റ്റ് 7 മണിയാകുമ്പോൾ തന്നെ ഫിനിഷ് ചെയ്യും. കാരണം ഞാൻ 10 മണിയൊക്കെ ആകുമ്പോൾ കിടക്കും. അപ്പോൾ കഴിച്ച് കഴിഞ്ഞാൽ 2 മണിക്കൂർ 3 മണിക്കൂർ കഴിഞ്ഞിട്ടേ കിടക്കാറുള്ളൂ. പഠിത്തത്തിന്റെ ഇടയിൽ പിന്നെ കുറച്ച് ടൈം റിലേഷൻഷിപ്പിനും കൂടെ മാറ്റി വെക്കണമല്ലോ. അങ്ങനെ മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മുടെ ചർച്ചാ വിഷയം PSC തന്നെയാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ PSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അവൻ ടെക്നിക്കൽ പോസ്റ്റിന് വേണ്ടിയിട്ടാണ് നോക്കുന്നത്, ഞാൻ ടെക്നിക്കൽ പോസ്റ്റ് ആണ്. പക്ഷെ രണ്ടും തമ്മിൽ ആനയും ആട്ടുംകുട്ടിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് അത്രേ എടുത്തിട്ടുള്ളൂ, കാരണം നല്ല മൈഗ്രെയിൻ ആയിരുന്നു. അപ്പോൾ നമുക്ക് നാളെ കാണാം. ടാറ്റ.